ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ പടക്കപ്പലുകൾക്കും ആണവ അന്തർവാഹിനികൾക്കും തടയിടാനായിട്ട് ഇന്ത്യൻ പ്രതിരോധ സേനകൾ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. വടക്കേ അതിർത്തിയിൽ പാകിസ്ഥാനും ചൈനയ്ക്കും പേടി സ്വപ്നമായ ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ പോർവിമാനമായ റഫേൽ വിമാനങ്ങൾ ഇനി ദക്ഷിണേന്ത്യയുടെയും കാവലാളാകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ഒരു പുതിയ റഫേൽ സ്ക്വാഡ്രൻ ദക്ഷിണേന്ത്യയിൽ വിന്യസിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഈ നീക്കം എത്രത്തോളം നിർണായകമാണ്? ഇതെവിടെയായിരിക്കും സ്ഥാപിക്കുക? തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന ഇന്ത്യയുടെ പുതിയ മാരിടൈം തിയേറ്റർ കമാൻഡുമായിട്ട് ഈ റഫേൽ സ്ക്വാഡ്രൻ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതിസൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത് ഈ കാര്യങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സമീപകാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതിരോധ വാർത്തകളിൽ ഒന്നാണ് ദക്ഷിണേന്ത്യയിൽ റഫേൽ പോർ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രൻ വിന്യസിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ തീരുമാനം. ഇതുവരെ ഇന്ത്യ വാങ്ങി 36 റഫേൽ വിമാനങ്ങൾ അടങ്ങുന്ന 2 സ്ക്വാഡ്രനുകൾ വടക്കേ ഇന്ത്യയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒന്ന് പാകിസ്ഥാൻ അതിർത്തിയെ ലക്ഷ്യം വെച്ചുള്ള ഹരിയാനയിലെ അംബാലയിലുള്ള ഗോൾഡൻ ആരോസ് സ്ക്വാഡ്രൻ, രണ്ടാമത് ചൈനീസ് അതിർത്തി സംരക്ഷിക്കുന്ന പശ്ചിമ ബംഗാളിലെ ഹസിമാരയിലെ സ്ക്വാഡ്രൻ. എന്നാൽ ഇപ്പോൾ പ്രതിരോധത്തിൻ്റെ ഫോക്കസ് ഇന്ത്യൻ ഉപദ്വീപിലേക്കും സമുദ്രത്തിലേക്കും കൂടി മാറുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് റഫേൽ വരുന്നത്? ഉത്തരം ലളിതമാണ്. ഇന്ത്യൻ മഹാസമുദ്രം നേരിടുന്ന പുതിയ ഭീഷണികൾ. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ വിമാനവാഹിനി കപ്പലുകൾ, പ്രത്യേകിച്ച് ഫുജിയാൻ പോലെയുള്ള അത്യാധുനിക കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവണത ഗണ്യമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിലെ ജിബൂട്ടി, ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട, പാകിസ്ഥാനിലെ ഗ്വാദർ എന്നിവിടങ്ങളിൽ ചൈന തങ്ങളുടെ നാവിക സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വാണിജ്യ കപ്പലുകൾ കടന്നു പോകുന്ന സുപ്രധാന സമുദ്രപാതകൾ ഭീഷണിയിലാണ്. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അതിവേഗം പറന്നെത്തി ശത്രുവിൻ്റെ കപ്പലുകളെയും അന്തർവാഹിനികളെയും തകർക്കാൻ ശേഷിയുള്ള ഒരു വ്യോമ പ്ലാറ്റ്ഫോം ഇന്ത്യക്ക് അത്യാവശ്യമാണ്. ദക്ഷിണേന്ത്യയിലെ പുതിയ റഫേൽ സ്ക്വാഡ്രൻ ഈ ശൂന്യതയാണ് നികത്തുന്നത്. നിലവിൽ ദക്ഷിണേന്ത്യയിൽ വ്യോമസേനയ്ക്ക് തന്ത്രപ്രധാനമായ 2 ബേസുകളാണുള്ളത്. ഒന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൻ്റെ അടുത്തുള്ള സുളൂര്, അതുപോലെ തന്നെ തഞ്ചാവൂർ. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം തഞ്ചാവൂർ എയർബേസിലാണ് റഫേൽ വിന്യാസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കാരണം തഞ്ചാവൂരിൽ ഇതിനകം തന്നെ അതിമാരകമായ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള സുഖോയ് 30 MKI വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സുഖോയ് വിമാനങ്ങൾക്കൊപ്പം റഫേൽ കൂടി ചേരുമ്പോൾ അത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സമുദ്ര സ്ട്രൈക്ക് ഫോഴ്സായിട്ട് മാറും. മറുവശത്ത് സുളൂർ എയർബേസിലും ഇതിനുള്ള സാധ്യത പൂർണ്ണമായിട്ട് തള്ളിക്കളയാനാവില്ല. ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് വിമാനങ്ങളുടെ പ്രധാന താവളമാണ് സുളൂർ. ഏത് ബേസ് തിരഞ്ഞെടുത്താലും ഇന്ത്യയുടെ പെനിൻസുലാർ ഭൂമിശാസ്ത്രം റഫേലിന് വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. ഇവിടെ നിന്ന് പറന്നുയർന്നാൽ ബംഗാൾ ഉൾക്കടലിലോ അറബിക്കടലിലോ എന്തിന് മലാക്ക കടലിടുക്കിൻ്റെ പരിസരത്തോ വളരെ വേഗം എത്തിച്ചേരാനായിട്ട് ഈ വിമാനങ്ങൾക്ക് സാധിക്കും. ഫ്രഞ്ച് നിർമ്മിത ദസോ റഫേൽ വെറുമൊരു ഫൈറ്റർ ജെറ്റ് മാത്രമല്ല, അതൊരു ഒമ്നി റോൾ പോർ വിമാനമാണ്. അതായത് ഒരേ മിഷനിൽ തന്നെ ശത്രു വിമാനങ്ങളോട് ആകാശത്ത് ഏറ്റുമുട്ടാനും ഒപ്പം താഴെ കരയിലോ കടലിലോ ഉള്ള ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യതയോടെ ബോംബിട്ട് തകർക്കാനും ഇതിന് സാധിക്കും. റഫാലിൻ്റെ യഥാർത്ഥ കരുത്ത് അതിലെ അത്യാധുനിക ആയുധങ്ങളിലാണ്. ഇതിലുപയോഗിക്കുന്ന മീറ്റിയോർ മിസൈലുകൾക്ക് 150 കിലോമീറ്ററിലധികം ദൂരെയുള്ള ശത്രു വിമാനങ്ങളെ തകർക്കാനായിട്ട് ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ വളരെ ഉയർന്ന നോ ഫ്ലൈ സോണുകൾ സൃഷ്ടിക്കാൻ പ്രാപ്തരാണ്. പിന്നെ വരുന്നതാണ് സ്കാൾപ്പ് മിസൈലുകൾ. 300 കിലോമീറ്ററിലധികം ദൂരെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ബങ്കറുകളെയും തകർക്കാൻ കഴിയുന്ന ക്രൂസ് മിസൈലുകൾ. പിന്നെ എക്സോസെസ്റ്റ്, ഹാമർ മിസൈലുകൾ. കപ്പലുകൾക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന കൃത്യതയാർന്ന ആയുധങ്ങളാണ് ഇവ. വായുവിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയുള്ളതിനാൽ അൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സഹായത്തോടെ ഇൻഡോ പസഫിക് മേഖലയുടെ വളരെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ചൈനീസ് ടാസ്ക് ഫോഴ്സുകളെ നിരീക്ഷിക്കാനും ആക്രമിക്കാനും ഈ വിമാനങ്ങൾക്ക് സാധിക്കും. ചൈനയുടെ J-20 പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും നേരിടാൻ തക്കവിധം ആധുനികമായ ഏസർ റഡാറുകളും സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും റഫാലിലുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും തഞ്ചാവൂരിൽ ഇതിനകം തന്നെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബ്രഹ്മോസ് മിസൈലുകൾ വഹിക്കുന്ന സുഖോയ് 30 വിമാനങ്ങൾ ഉള്ളപ്പോൾ
പുതിയതായി റഫേൽ എന്തിനാണ്? ഒറ്റവാക്കി പറഞ്ഞാൽ ആധുനിക നാവിക യുദ്ധത്തിൽ സുഖോയ്ക്കില്ലാത്ത പല അദൃശ്യമായ മുൻതൂക്കങ്ങളും റഫാലിനുണ്ട്. പ്രധാനമായിട്ടും 5 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റഫാൽ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നത്. ആദ്യമായിട്ട് സുഖോയ് വളരെ വലിപ്പമേറിയ ഒരു വിമാനമാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ റഡാറുകളിൽ അത് പെട്ടെന്ന് പതിയും. എന്നാൽ റഫാൽ താരതമ്യേന വളരെ ചെറുതും കോമ്പാക്റ്റുമാണ്. മാത്രമല്ല, റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പ്രത്യേകതരം റഡാർ അബ്സോർബൻ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മിതി. അതുകൊണ്ട് തന്നെ ചൈനയുടെ ടൈപ്പ് 55 പോലെയുള്ള അത്യാധുനിക ഡിസ്ട്രോയർ കപ്പലുകളുടെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് വളരെ അടുത്ത് ചെന്ന് ആക്രമിക്കാനായിട്ട് റഫാലിന് എളുപ്പം സാധിക്കും. പിന്നെ വരുന്നതാണ് ഇതിൻ്റെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റ്. റഫാലിൻ്റെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് അതിലെ സ്പെക്ട്ര എന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ്. ശത്രു കപ്പലുകളുടെ റഡാറുകളെ ജാം ചെയ്യാനും വിമാനത്തിന് നേരെ പാഞ്ഞു വരുന്ന മിസൈലുകളെ വഴിതിരിച്ചു വിടാനും സുഖോയുടെ സിസ്റ്റങ്ങളെക്കാളും വളരെ മികച്ച ശേഷി റഫാലിനാണുള്ളത്. ശത്രുക്കളുടെ കണ്ണിൽ പൊടിയിടാൻ പര്യാപ്തമായ ഒരു ഡിജിറ്റൽ സ്റ്റെൽത്ത് കവചം വിമാനത്തിന് ചുറ്റും തീർക്കാനും സ്പെക്ട്രയ്ക്ക് കഴിയും. പിന്നെ അത്യാധുനിക റഡാർ സാങ്കേതിക വിദ്യ. സുഖോയിലുള്ളത് പഴയ തലമുറയിൽപ്പെട്ട പേസ റഡാറുകളാണെങ്കിൽ റഫാലിലുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച RBE2 എയ്സ റഡാറാണ്. ചൈനീസ് കപ്പലുകൾ ജാം ചെയ്യാൻ ശ്രമിച്ചാലും പതറാതെ ഒരേ സമയം ആകാശത്തും കടലിലുമുള്ള ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ റഡാർ റഫാലിനെ സഹായിക്കും. നാലാമതായിട്ട് ഈ വിമാനങ്ങളുടെ പ്രവർത്തന സജ്ജതയിലുള്ള വ്യത്യാസവും. അതായത് റഷ്യൻ നിർമ്മിത വിമാനങ്ങളുടെ മെയിൻ്റനൻസും സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവും വ്യോമസേന നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. സുഖോയുടെ സർവീസ് ലഭ്യത 60% അടുത്താണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് സാങ്കേതികവിദ്യയായ റഫാലിൻ്റേത് 80 മുതൽ 90% വരെയാണ്. അതായത് പെട്ടെന്നൊരു യുദ്ധമുണ്ടായാൽ വിമാനപ്പുരയിലുള്ള 10-ൽ 8 റഫാൽ വിമാനങ്ങളും ഉടൻ തന്നെ പറക്കാൻ സജ്ജമായിരിക്കും. പിന്നെ 5-ാമത്തേതാണ് ദ പെർഫെക്റ്റ് സ്ട്രൈക്ക് ടീം. ഇതെല്ലാം പറയുമ്പോഴും സമുദ്രത്തിൽ സുഖോയിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയുള്ള ഒരു തന്ത്രമല്ല വ്യോമസേന മെനയുന്നത്. 2.5 ടണ്ണോളം ഭാരമുള്ള ബ്രഹ്മോസ് മിസൈൽ വഹിക്കുമ്പോൾ സുഖോയുടെ വേഗതയും അഭ്യാസ പ്രകടനങ്ങളും പരിമിതപ്പെടും. ഈ സമയത്ത് സുഖോയ്ക്ക് സംരക്ഷണം നൽകാനായിട്ട്, അതായത് എസ്കോട്ട് പോകാനായിട്ട് റഫേൽ കൂടെ ഉണ്ടാവും. ഒരു വശത്ത് റഫേലുകൾ ശത്രുവിൻ്റെ കപ്പലുകളെ ജാം ചെയ്യുകയും സ്കാൾപ്പ് എക്സോസിസ്റ്റ് മിസൈലുകൾ ഉപയോഗിച്ച് വ്യോമ പ്രതിരോധം തകർക്കുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് സുഖോയ് വിമാനങ്ങൾ തങ്ങളുടെ മാരകമായ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ശത്രുവിൻ്റെ കപ്പലിനെ 2ആയിട്ട് പിളർക്കും. റഫേലും സുഖോയും ചേർന്നുള്ള ഈ ഹണ്ടർ കില്ലർ സംയുക്ത ഓപ്പറേഷൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏത് വമ്പൻ നാവികസേനയ്ക്കും ഒരു പേടി സ്വപ്നമായിരിക്കും. ഈ ഒരു ലക്ഷ്യത്തോടെയാണ് റഫാൽ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നത്. എന്നാൽ ഈ പുതിയ റഫാൽ വിന്യാസത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ തന്ത്രപരമായ വശം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉടൻ രൂപീകരിക്കാൻ പോകുന്ന മാരിടൈം തിയേറ്റർ കമാൻഡുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധമാണ്. സാധാരണഗതിയിൽ വ്യോമസേനയുടെ വിമാനങ്ങൾ അവരുടെ മാത്രം നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുക. എന്നാൽ തിയേറ്ററൈസേഷൻ വരുന്നതോടെ ദക്ഷിണേന്ത്യയിൽ വിന്യസിക്കുന്ന ഈ റഫേൽ സ്ക്വാഡ്രനും തഞ്ചാവൂരിലെ സുഖോയ് വിമാനങ്ങളും മറ്റ് ജഗ്വാർ യുദ്ധവിമാനങ്ങളും എല്ലാം യുദ്ധസമയത്തോ അടിയന്തര ഘട്ടങ്ങളിലോ മാരിടൈം തിയേറ്റർ കമാൻഡിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാകും പ്രവർത്തിക്കുക. ഇതൊരു വലിയ മാറ്റമാണ്. ഉദാഹരണത്തിന് നാവികസേനയുടെ P-8I പോസിഡോൺ നിരീക്ഷണ വിമാനങ്ങളോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ചൈനീസ് അന്തർവാഹിനിയെയോ കപ്പൽ വ്യൂഹത്തെയോ കണ്ടെത്തുന്നു എന്ന് വിചാരിക്കുക. ഉടൻ തന്നെ തിരുവനന്തപുരത്തെ കമാൻഡ് സെൻറ്ററിൽ നിന്നും ഈ ഡേറ്റ വ്യോമസേനയുടെ റഫേലുകൾക്ക് തത്സമയം കൈമാറുന്നു. നിമിഷ നേരം കൊണ്ട് സുളൂരിൽ നിന്നോ തഞ്ചാവൂരിൽ നിന്നോ പറന്നുയർന്ന റഫാലുകൾ ശത്രുവിനെ കൃത്യമായി പോയി നശിപ്പിക്കുന്നു. കരസേനയുടെ ആംഫീബിയസ് ബ്രിഗേഡുകളും ഇതിൻ്റെ ഭാഗമാകും. സേനകൾ തമ്മിലുള്ള ഈ ജോയിൻറ്റ്നെസ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്കെതിരില്ലാത്ത മേധാവിത്വം നൽകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ വ്യോമത്താവളങ്ങളിലേക്കുള്ള റഫേൽ പോർ വിമാനങ്ങളുടെ വരവ് കേവലം ഒരു സ്ക്വാഡ്രൻ മാറ്റമല്ല, അത് ലോകരാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ചൈനയ്ക്കും നൽകുന്ന വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ്. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ സ്വന്തം സ്വാധീന മേഖലയാണെന്നും അവിടെ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകുന്നത്. തിരുവനന്തപുരത്ത് ആസ്ഥാനമാകുന്ന പുതിയ മാരിടൈം തിയേറ്റർ കമാൻഡ് യാഥാർത്ഥ്യമാകുന്നതോടെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം പൂർണ്ണമായും ഇന്ത്യയുടെ ഉരുക്കുമുഷ്ടിക്കുള്ളിലാകും.
ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും തന്ത്രപരമായ സ്വയംഭരണത്തിനും ഈ നീക്കം ഒരു നാഴികക്കല്ലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, പ്രതിരോധ മേഖലയിലെ ഇത്തരം കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു സുപ്രധാന വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.